ವೈಟ್ ಪ್ಯಾಚಸ್ ಇದೆ ನೋಡಿ, ಇಲ್ಲಿ 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 ಯು ಶೇಪ್. ಯು ಅಲ್ಲಿ ವೈಟ್ ಇದೆ ನೋಡಿ. വൾച്ചർ സാങ്ച്വറി ഉണ്ട്. വൾച്ചർ സാങ്ച്വറി എന്ന് പറഞ്ഞാൽ ശവം തീനി കഴുകന്മാരുണ്ട്. അതിപ്പോൾ വളരെ കുറവാണ്, എല്ലാം വാലറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇപ്പം തീരെ ഇല്ല. അപ്പോൾ ഇതിനെന്താ ഇന്ത്യ ഗവൺമെൻറ് ഇപ്പോഴും വൾച്ചർ സാങ്ച്വറി ആക്കി മാറ്റിയതാണ് ഈ ഏരിയ. അങ്ങനെ ഇവിടെ അന്വേഷിച്ച് ഞങ്ങൾ കുറച്ചുകൂടെ ഉള്ളോട്ട് നടന്ന് വന്ന് ഇവിടെ ഒരു ഇൻഫോർമേഷൻ സെൻറ്റർ കാണുന്നുണ്ട്. ഈ ഇൻഫോർമേഷൻ സെൻറ്ററിൽ ആരും ഉണ്ടോയെന്ന് അറിയില്ല, ജസ്റ്റ് ഒന്ന് പോയി ഇത് അസല് കാടാണ്, ഫുൾ കാട് പിടിച്ച് കിടക്കുക ഇപ്പോൾ. പക്ഷേ ഇത് ഇപ്പോഴും സെൻട്രൽ ഗവൺമെൻറ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കീഴിലാണുള്ളത്. ഇതെല്ലാം പിന്നെ ശവം തീനി കഴുകന്മാരുടെ ഫോട്ടോ കാണുന്നത്. ഇൻഫോർമേഷൻ സെൻറ്റർ രാംദേവരപ്പെട്ട വൾച്ചർ സാങ്ച്വറി എന്ന് എഴുതിയിട്ടുണ്ട്. വളരെ എണ്ണം കുറഞ്ഞു വരുന്ന ഒരു തരം പക്ഷികളാണ്. നമ്മളെ ഈഗിൾസിൻ്റെ ഒക്കെ വലിയ രൂപം ഇപ്പോൾ തീരെ ഇല്ല, കാലഹരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു സങ്കേതം സാങ്ച്വറി ആയിട്ട് ഇവിടെ തുടങ്ങിയതാണ്. കഴുകന്മാരുടെ വംശനാശത്തിനു എന്താണ് കാരണം വിശദമായി നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. തണ്ണീർക്കൊമ്പൻ എന്ന ആന ചരിഞ്ഞതും പിന്നീട് അതിനെ ബന്ദിപ്പൂർ കാട്ടിൽ കഴുകന്മാർക്ക് ഭക്ഷണമാകാൻ ഇട്ടുകൊടുത്തതും നമ്മൾ കേട്ടിട്ടുണ്ട്. മുമ്പൊക്കെ മൃഗങ്ങളുടെ ശവശരീരങ്ങൾ കുഴിച്ചു മൂടലായിരുന്നു പതിവ്. അതുകൊണ്ട് കഴുകന്മാർക്ക് ഭക്ഷണം കിട്ടാതാവുകയും വംശനാശം നേരിടുകയും ചെയ്തു. 1967 ദക്ഷിണ ആഫ്രിക്കയിലാണ് ആദ്യമായി കഴുകൻ റെസ്റ്റോറന്റ് തുടങ്ങിയത്. ഇപ്പോൾ ഇന്ത്യയിൽ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളിൽ കഴുകൻ റെസ്റ്റോറന്റ് ഉണ്ട്. വാഹന അപകടത്തിലും അല്ലാതെയും ചാവുന്ന മൃഗങ്ങളെ കാട്ടിലെ തുറസായ സ്ഥലത്തിടുകയും അത് കഴുകന്മാർ കഴിക്കുകയും ചെയ്യുന്നതിനാണ് കഴുകൻ റെസ്റ്റോറന്റ് എന്ന് അറിയപ്പെടുന്നത്. നമ്മുടെ ആവാസവ്യവസ്ഥയിൽ കഴുകന്മാർ വഹിക്കുന്ന പ്രധാന പങ്കിനെക്കുറിച്ച് ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. പാടാത്ത നായകന്മാരായി അവർ പ്രകൃതിയുടെ ശുചീകരണ സംഘമാണ്. ഉയരത്തിൽ കുതിച്ചുയരുന്നു. വീണുപോയവരെ എപ്പോഴും സൂക്ഷിച്ചുകൊള്ളുക. തീക്ഷ്ണമായ കണ്ണുകളോടെയും മരിച്ചവരോടുള്ള വിശപ്പോടെയും കഴുകന്മാർ നൽകുന്നു ഒരു അവശ്യ സേവനം, മാലിന്യ നീക്കം. മരിച്ചവരുടെ അവശിഷ്ടങ്ങൾ മാലിന്യം തള്ളുന്നില്ലെന്ന് ഈ തൂവലുള്ള സംരക്ഷകർ ഉറപ്പാക്കുന്നു. ലാൻഡ്സ്കേപ്പ് മരണത്തെ ജീവിതമാക്കി മാറ്റുന്നു, കാരണം അവ പോഷക സൈക്ലിംഗിലേക്ക് സംഭാവന ചെയ്യുന്നു. രോഗങ്ങൾ പടരുന്നത് തടയുന്നതിനുള്ള ഒരു നിർണായക കണ്ണിയാണ് കഴുകന്മാർ. പരിസ്ഥിതി മലിനീകരണം കുറയ്ക്കുകയും ചെയ്യുന്നു. അവരുടെ തനതായ ദഹന വ്യവസ്ഥ അഴുകിയ ശവങ്ങൾ കഴിക്കാൻ അനുവദിക്കുന്നു. മറ്റ് ജീവജാലങ്ങൾക്ക് ഹാനികരമായേക്കാവുന്ന ഫലപ്രദമായി നിർവീര്യമാക്കുന്നു ദോഷകരമായ ബാക്ടീരിയകളും വൈറസുകളും. ഇത് അവരെ പ്രകൃതിയുടെ ശുചീകരണ തൊഴിലാളികളാക്കി സർക്കിളിനു ശേഷം വൃത്തിയാക്കുന്നു. ജീവിതം മറ്റൊരു വഴിത്തിരിവായി. എന്നാൽ അവയുടെ പ്രധാന പങ്കുണ്ടായിരുന്നിട്ടും കഴുകൻ ജനസപ്പെട്ടേക്കാം. നമ്മുടെ ആവാസവ്യവസ്ഥയുടെ സൂക്ഷ്മമായ സന്തുലിതാവസ്ഥ. കഴുകൻ ജനസംഖ്യയിൽ ഈ കുത്തനെ ഇടിവിന് കാരണമാകുന്നത് എന്താണ്? നിങ്ങൾ അത്ഭുതപ്പെട്ടേക്കാം. ശരി, ഉത്തരം ബഹുമുഖമാണ്. ഡിക്ലോഫെനാക് എന്ന വെറ്ററിനറി മരുന്നാണ് പ്രധാന കുറ്റവാളികളിൽ ഒന്ന്. കന്നുകാലികളിൽ വ്യാപകമായി ഉപയോഗിക്കുന്നു. ഈ മരുന്ന് ഉപയോഗിച്ച് ചികിത്സിക്കുന്ന മൃഗങ്ങളുടെ ശവശരീരങ്ങൾ കഴുകന്മാർ ഭക്ഷിക്കുമ്പോൾ അത് ദോഷം ചെയ്യും. കഠിനമായ വൃക്കസംബന്ധമായ പരാജയത്തിൽ അവരുടെ എണ്ണത്തിൽ വിനാശകരമായ ഇടിവിലേക്ക് നയിക്കുന്നു. ദ്വിതീയ വിഷബാധയാണ് മറ്റൊരു പ്രധാന പ്രശ്നം. കഴുകന്മാർ തോട്ടിപ്പണിക്കാരായതിനാൽ വിഷം കലർന്ന ശവങ്ങൾ കഴിക്കാൻ സാധ്യതയുണ്ട്. കാട്ടുനായ്ക്കളോ കുറുനരികളോ പോലുള്ള വേട്ടക്കാരെ നിയന്ത്രിക്കാൻ ലക്ഷ്യമിടുന്ന ആളുകൾ. ബോധപൂർവമല്ലാത്ത ഈ വിസർജനം പലപ്പോഴും ഈ പക്ഷികൾക്ക് ഈ ഘടകങ്ങൾ സംയോജിപ്പിച്ച് സംരക്ഷണ ശ്രമങ്ങളുടെ ഗുരുതരമായ ആവശ്യത്തിലേക്ക് നയിച്ചു. ഈ ഭയാനകമായ സാഹചര്യത്തിന് പ്രതികരണമായി കഴുകൻ പ്രജനന പരിപാടികൾ പ്രതീക്ഷയുടെ കിരണമായി ഉയർന്നുവന്നു. സമർപ്പിതരായ സംരക്ഷകരുടെ അശ്രാന്ത പരിശ്രമത്തിന്റെ ഫലമാണ് ഈ പരിപാടികൾ. കുറഞ്ഞുവരുന്ന ജനസംഖ്യയെ സംരക്ഷിക്കാനും പുനരുജ്ജീവിപ്പിക്കാനും പ്രതിജ്ഞാബദ്ധരാണ്. ഈ അമൂല്യമായ തോട്ടിപ്പണിക്കാർ ഉദാഹരണത്തിന് ഇന്ത്യയിൽ ഗവേഷകർ ഒരു സുപ്രധാന മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. ആദ്യമായി തടവിലാക്കിയ ഹിമാലയൻ കഴുകനെ വിജയകരമായി വളർത്തിക്കൊണ്ട്
ഗുവാഹത്തിയിലെ അസം സംസ്ഥാന മൃഗശാലയിലാണ് ഈ മഹത്തായ നേട്ടം. ആ നിമിഷം അത് അടയാളപ്പെടുത്തുമ്പോൾ വലിയ ആവേശവും ശുഭാപ്തിവിശ്വാസവും നിറഞ്ഞതായിരുന്നു. ഈ ഇനത്തിന്റെ സുസ്ഥിര സംരക്ഷണത്തിലേക്കുള്ള ഒരു നിർണായക ചുവടുവെപ്പ്. മറ്റൊരു പ്രധാന സമൂഹം കഴുകൻ സംരക്ഷണമാണ്. പിഞ്ചോറിലെ ബ്രീഡിംഗ് സെന്റർ അല്ലെങ്കിൽ VCBC ഹരിയാന വനംവകുപ്പിന്റെ സംയുക്ത പദ്ധതിയാണിത്. ബോംബെ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റിയും ഈ കേന്ദ്രം 160 കഴുകന്മാരുടെ സുരക്ഷിത താവളമായി പ്രവർത്തിക്കുന്നു. ഇത് ഒരു പോഷണം നൽകുന്നു. വൈറ്റ് ബാക്ക്ഡ് കഴുകന്മാർ ഉൾപ്പെടെ വിവിധ ജീവജാലങ്ങളുടെ പരിസ്ഥിതി. നീണ്ടു നിർമ്മിതമായ കഴുകന്മാർ, മെലിഞ്ഞ നിർമ്മിത കഴുകന്മാർ, ഹിമാലയൻ ഗ്രിഫിനുകൾ. എന്നിരുന്നാലും അക്ഷമരായവർക്ക് കഴുകന്മാരെ വളർത്തുന്നത് ഒരു ജോലിയല്ല. കഴുകന്മാർ സാവധാനത്തിൽ പക്വത പ്രാപിക്കുകയും ഏകദേശം 5 വയസ്സിൽ പ്രായപൂർത്തിയാകുകയും ചെയ്യുന്നു. വർഷത്തിൽ ഒരു മുട്ട മാത്രമേ ഇടുകയുള്ളൂ. ഈ വെല്ലുവിളികളെ മറികടക്കാൻ VCBCയിലെ ടീം ജോലി ചെയ്യുന്നു. പ്രകൃതിദത്തവും കൃത്രിമവുമായ ഇൻകുബേഷൻ രീതികളുടെ സംയോജനം. ഇത് 3-ൽ നിന്ന് കുഞ്ഞുങ്ങളെ വിജയകരമായി വളർത്താൻ സഹായിക്കുന്നു. വംശനാശ ഭീഷണി നേരിടുന്ന ജീവിവർഗങ്ങൾ തടവിൽ ഈ ഗംഭീരമായ പക്ഷികൾ ഉറപ്പാക്കുന്നു. ഞങ്ങളുടെ ആകാശത്തെ മനോഹരമാക്കുന്നത് തുടരുക. ഈ ബ്രീഡിംഗ് പ്രോഗ്രാമുകൾ എണ്ണം വർദ്ധിപ്പിക്കുക മാത്രമല്ല, കഴുകന്മാരുടെ പെരുമാറ്റവും ഭക്ഷണശീലങ്ങളും പഠിക്കാനുള്ള അവസരവും അവർ വാഗ്ദാനം ചെയ്യുന്നു. അവരുടെ ജനസംഖ്യയെ ബാധിക്കുന്ന ഘടകങ്ങൾ മനസ്സിലാക്കാനും ഫലപ്രദമായ സംരക്ഷണം രൂപപ്പെടുത്തുന്നതിൽ ഈ അറിവ് വിലമതിക്കാനാവാത്തതാണ്. ഈ തന്ത്രങ്ങൾ അനുയോജ്യമാണെന്ന് ഉറപ്പാക്കുന്നതിലും ഓരോ ജീവിവർഗത്തിന്റെയും അതുല്യമായ ആവശ്യങ്ങൾ. കഴുകന്മാരുടെ എണ്ണം കുറയുന്നത് അതിലോലമായതിനെക്കുറിച്ചുള്ള വ്യക്തമായ ഓർമ്മപ്പെടുത്തലാണ്. നമ്മുടെ കഴുകന്മാരുടെ ഭാവി രൂപപ്പെടുത്തും വിപുലീകരണത്തിലൂടെ നമ്മുടെ ഗ്രഹത്തിന്റെ ആരോഗ്യം